19-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ സ്ഥാപിക്കപ്പെട്ട് വികസിച്ചു വന്ന നഗരമാണിത്. ഷിക്കാഗോ. കുറഞ്ഞ കാലം കൊണ്ട് ഷിക്കാഗോ ലോകത്തിലെ ഏതൊരു നഗരത്തെയും പിന്നിലാക്കും വിധം വളർന്നു കഴിഞ്ഞു. മിഷിഗൺ തടാക തീരത്തെ സ്ഥാനവും ഷിക്കാഗോ നദിയുടെ സാന്നിധ്യവുമെല്ലാം ഈ വളർച്ചയ്ക്ക് സഹായകമായി. യൂറോപ്യൻ നഗരങ്ങളെപ്പോലെ നീണ്ട സംഭവബഹുലമായ ചരിത്രമോ പ്രകൃതി പ്രതിഭാസങ്ങളോ അല്ല ഈ നഗരത്തെ സവിശേഷമാക്കുന്നത്. പകരം മനുഷ്യന്റെ സാഹസികതയും ഇച്ഛാശക്തിയും സർഗശേഷിയുമാണ്. നഗരത്തിലെങ്ങുമുള്ള ആസൂത്രണ മികവ് ദീർഘവീക്ഷണത്തിന്റെ പ്രതിഫലനമാണ്. വളരെ വൃത്തിയായും ചിട്ടയോടെയും സൂക്ഷിക്കുന്ന പരിസരങ്ങൾ ഇന്നാട്ടുകാരുടെ സാമൂഹിക ബോധത്തിന്റെ തെളിവാണ്. ഷിക്കാഗോയെ ലോകമറിയുന്ന തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നതും ഈ പ്രത്യേകതകളാണ്. ഇന്ന് അരക്കോടിയോളം ടൂറിസ്റ്റുകൾ വർഷം തോറും ഈ നഗരം സന്ദർശിക്കുന്നു. US സംസ്ഥാനമായ ഇല്ലിനോയിയിലെ ഷിക്കാഗോ നഗരത്തിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഷിക്കാഗോ നഗരത്തിലെ പ്രധാനപ്പെട്ട 11 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ഷിക്കാഗോ സ്ട്രീറ്റ്സ്, തുടർന്ന് വില്ലീസ് ടവർ സ്കൈ ഡെക്ക്, പിന്നെ ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോ, അടുത്തത് മില്ലേനിയം പാർക്ക്, അവിടെ നിന്നും ഷിക്കാഗോ റിവർ, പിന്നെ മാഗ്നിഫിസന്റ് മൈൽ, തുടർന്ന് നേവി പിയർ, അടുത്തതായി മിഷിഗൺ ലേക്ക് ഫ്രണ്ട് ട്രെയിൽ, തുടർന്ന് ഷെഡ് അക്വേറിയം, പിന്നെ ഫീൽഡ് മ്യൂസിയം, അവസാനമായി ആഡ്ലർ പ്ലാനറ്റേറിയം. ഒരു ഓപ്പൺ എയർ ബസ് ടൂറിലൂടെ നമുക്ക് യാത്ര ആരംഭിക്കാം. ഷിക്കാഗോ നഗരത്തെപ്പറ്റിയുള്ള ഏകദേശ ചിത്രം ലഭിക്കാൻ ഈ യാത്ര സഹായിക്കും. ഡബിൾ ഡെക്കർ ബസ്സുകളാണ് ഇത്തരം യാത്രകൾക്കായി ഉപയോഗിക്കുന്നത്. കൂടെ ഒരു ഗൈഡും ഉണ്ടാകും. കടന്നുപോകുന്ന വഴിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകളുടെ ചരിത്രവും സവിശേഷതകളും മൈക്കിലൂടെ ഗൈഡ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഡൗൺ ടൗണിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രധാനപ്പെട്ട പാതകളിലൂടെയെല്ലാം വാഹനം കടന്നുപോകുന്നുണ്ട്. അമ്പരചുംബികൾ ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന സ്ട്രീറ്റുകളാണിത്. അതിമനോഹരമായും വ്യത്യസ്തമായും ഡിസൈൻ ചെയ്തിട്ടുള്ള മന്ദിരങ്ങൾ. സൂക്ഷ്മമായി വിലയിരുത്തിയാൽ ഈ കെട്ടിടങ്ങളെല്ലാം ഓരോ കലാസൃഷ്ടിയാണെന്നതാണ് യാഥാർത്ഥ്യം. ഇതിൽ ചിലത് 1 നൂറ്റാണ്ടിലധികം പഴക്കമുള്ളതാണ്. മറ്റ് ചിലത് ആധുനികമാണ്. പാതയോരത്തു നിന്നും കുത്തനെ ഉയരുന്ന കെട്ടിടങ്ങൾ കണ്ടുകൊണ്ട് ആശ്ചര്യത്തോടെ മാത്രമേ ഈ വഴികളിലൂടെ യാത്ര ചെയ്യാനാകൂ. സിറ്റി ബസ് ടൂറിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നഗരാസൂത്രണത്തിലെ മികവാണ്. കൃത്യമായ അകലത്തിൽ നേർരേഖയിൽ പണികഴിപ്പിച്ചിട്ടുള്ള സ്ട്രീറ്റുകളും കുറുകെയുള്ള അവന്യൂകളും നിരനിരയായി നിൽക്കുന്ന കെട്ടിടങ്ങളുമെല്ലാം ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. കെട്ടിടങ്ങളില്ലാത്ത ഓരോ ഇഞ്ച് സ്ഥലത്തും ചെറിയ ഉദ്യാനമോ ഫൗണ്ടനോ മറ്റും സ്ഥാപിച്ചിട്ടുമുണ്ട്. ഇനി നമുക്ക് ഷിക്കാഗോ നഗരത്തെ ആകാശത്ത് നിന്നും ഒന്ന് വിശദമായി കാണാം. ഇതിനായി സിയേഴ്സ് ടവർ എന്ന പേരിൽ
ഒരു കാലത്ത് പ്രസിദ്ധമായിരുന്ന വില്ലിസ് ടവറിലേക്കാണ് ഇനി പോകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേഷൻ ഡെക്കാണിത്. തറനിരപ്പിൽ നിന്നും 412 മീറ്റർ ഉയരത്തിലുള്ള നിരീക്ഷണ കേന്ദ്രം. 1973 വില്ലിസ് ടവറിന്റെ ഉദ്ഘാടനം. 442 മീറ്റർ ആണ് കെട്ടിടത്തിന്റെ ആകെ ഉയരം. മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ആന്റിന കൂടി കൂട്ടിയാൽ 527 മീറ്റർ. അപ്പാർട്ട്മെന്റുകളും വൻകിട കമ്പനികളുടെ ഓഫീസുകളുമാണ് ഈ കെട്ടിടത്തിലുള്ളത്. ടൂറിസ്റ്റുകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് സ്കൈഡെക്ക് എന്നറിയപ്പെടുന്ന ഒബ്സർവേഷൻ ഏരിയയിൽ മാത്രമാണ്. താഴെ നിന്നും ടിക്കറ്റ് എടുത്ത് ലിഫ്റ്റിൽ കയറി വേണം മുകളിലെത്താൻ. വഴിയിൽ ചിത്രങ്ങളിലൂടെയും വീഡിയോ പ്രദർശനത്തിലൂടെയും ഷിക്കാഗോയുടെയും വില്ലിസ് ടവറിന്റെയും ചരിത്രം അവതരിപ്പിച്ചിട്ടുള്ളത് രസകരമായ അനുഭവമാണ്. ഒബ്സർവേഷൻ ഡെക്കിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്ലാസ് വിരിച്ച വലിയ ജാലകങ്ങളിലൂടെ 4 വശവും കാണാനാകും. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ് ഷിക്കാഗോ നഗരം. അതുപോലെ നഗരാസൂത്രണത്തിലെ മികവും ഇവിടെ നിന്നും വ്യക്തമായി മനസ്സിലാക്കാനാകും. ഒബ്സർവേഷൻ ഡെക്കിലെ പ്രധാന ആകർഷണമാണ് ഗ്ലാസ് ബോക്സുകൾ. അല്പം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഗ്ലാസ് പാകിയ പ്ലാറ്റ്ഫോമാണിത്. 400 മീറ്റർ താഴ്ചയുടെ ഭയാനകത ഇവിടെ നിൽക്കുമ്പോൾ അനുഭവിച്ചറിയാം. ഒരു സുവനീർ ഷോപ്പും ഡെക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. വില്ലിസ് ടവറുമായി ബന്ധപ്പെട്ട സുവനീറുകളാണ് കൂടുതലും വിൽക്കുന്നത്. ഇത് കൂടാതെ പുറത്തേക്കുള്ള വഴിയിലുമുണ്ട് സുവനീർ കടകൾ. ഇനി കാണേണ്ടത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഏറ്റവും പഴയതും വിപുലവുമായ ആർട്ട് ഗ്യാലറിയാണ്. ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷിക്കാഗോ. ഏതാണ്ട് 3 ലക്ഷം കലാസൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇടം. ഇതെല്ലാം പൂർണ്ണമായി കണ്ടു തീർക്കാൻ ദിവസങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് പരിശോധിച്ച് താൽപ്പര്യമുള്ള വിഭാഗങ്ങൾ തിരഞ്ഞെടുത്തു കാണുന്നതാണ് നല്ലത്. 5000 വർഷം മുൻപ് മുതലുള്ള കലാസൃഷ്ടികൾ ഗ്യാലറിയിലുണ്ട്. കല്ലിലും തുകലിലും മരത്തിലും മറ്റും നിർമ്മിച്ചവ. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ സാംസ്കാരിക വളർച്ചയും ഇവിടെ പ്രതിഫലിക്കുന്നു. ലോകത്തിന്റെ മിക്ക ഭാഗത്തു നിന്നുമുള്ള കലാസൃഷ്ടികൾ ഇവിടെ കാണാം. ആഫ്രിക്കൻ, ഏഷ്യൻ, യൂറോപ്യൻ എന്നു തുടങ്ങി എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ളതും. എങ്കിലും അമേരിക്കൻ കലയ്ക്ക് തന്നെയാണ് പ്രാധാന്യം. മ്യൂസിയം പ്രവർത്തിക്കുന്ന കെട്ടിടവും ഒരു മനോഹര കലാസൃഷ്ടിയാണെന്ന് പറയാം. അലങ്കാരപ്പണികളും ശില്പങ്ങളുമെല്ലാം ഒരു ആർട്ട് ഗ്യാലറിക്ക് ചേരും വിധം നൽകിയിരിക്കുന്നു. ഉള്ളിൽ പല വിഭാഗങ്ങളായി തിരിച്ചാണ് പ്രദർശനത്തിന്റെ ക്രമീകരണം. പശ്ചാത്തല സൃഷ്ടിയും ലൈറ്റിംഗുമെല്ലാം ഇതിനനുയോജ്യമായി ഒരുക്കിയിരിക്കുന്നു. സ്ഥിരം പ്രദർശനവും യുവ കലാകാരന്മാർക്കായി താൽക്കാലിക പ്രദർശനവും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഇനി കാണേണ്ടത് കെട്ടിട വനത്തിന് മധ്യത്തിലായുള്ള ഒരു ഉദ്യാനമാണ്. മില്ലേനിയം പാർക്ക്. പച്ചപ്പും കലയും വിനോദവുമെല്ലാം ചേരുന്ന ഒരു മനോഹരമായ സാംസ്കാരിക കേന്ദ്രം. പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഏറ്റവും മഹത്തായ സവിശേഷതകളിൽ ഒന്നാണ് ഇത്തരം പാർക്കുകൾ.
ഭൂമിയുടെ വിലയോ പ്രാധാന്യമോ ഒന്നും കണക്കിലെടുക്കാതെ മനുഷ്യന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിൽ ഇവർ പുലർത്തുന്ന ശ്രദ്ധയാണ് നഗരമധ്യത്തിൽ ഇത്തരം പാർക്കുകൾ ഉണ്ടാവാൻ കാരണം. മില്ലേനിയം പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. പാർക്കിന്റെ ഒരു വശം മിഷിഗൺ തടാകമാണ്. മറ്റൊരു വശത്ത് കെട്ടിടങ്ങൾ തലയുയർത്തി നിൽക്കുന്ന ഡൗൺ ടൗണും. നിറയെ മരങ്ങൾ വെച്ചു പിടിപ്പിച്ചും പുൽത്തകിടികൾ ഒരുക്കിയും പൂന്തോപ്പുകൾ സ്ഥാപിച്ചും പാർക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നഗരത്തിരക്കുകളിൽ നിന്നകന്ന് മനസ്സിന് അല്പം കുളിർമ നൽകാൻ ഇതിലൂടെ ഒന്ന് നടന്നാൽ മതി. വലിയ ഔട്ട്ഡോർ സ്റ്റേജുകളും പാർക്കിൽ പലയിടങ്ങളിലായുണ്ട്. ഇത്തരം നിർമ്മിതികളെല്ലാം ഓരോ ആർട്ട് ഇൻസ്റ്റലേഷനുകൾ കൂടിയാണെന്നതാണ് രസകരമായ വസ്തുത. കുട്ടികൾക്കായി ഒട്ടേറെ ആക്ടിവിറ്റികൾ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. ക്രൗൺ വാട്ടർ ഫൗണ്ടൻ ആണ് അതിലേറ്റവും ആകർഷകം. പാർക്കിലെ ഏറ്റവും മനോഹരമായ ഇൻസ്റ്റലേഷൻ എന്ന് വിശേഷിപ്പിക്കാനാവുന്നത് ക്ലൗഡ് ഗേറ്റ് എന്ന ശില്പമാണ്. ഒരു മെർക്കുറിത്തുള്ളിയുടെ രൂപത്തിലുള്ള ഇൻസ്റ്റലേഷന്റെ പുറംഭാഗങ്ങൾ കണ്ണാടി പോലെ പരിസരം പ്രതിഫലിപ്പിക്കുന്നു. ക്ലൗഡ് ഗേറ്റ് ഡിസൈൻ ചെയ്തത് അനീഷ് കപൂർ എന്ന ഇന്ത്യൻ വംശജനാണെന്നതിൽ നമുക്കും അഭിമാനിക്കാം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അടുത്തതായി ഷിക്കാഗോ നദിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഷിക്കാഗോ നദിയെന്നാണ് പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു നദിയല്ല. പല നദികളും കനാലുകളുമെല്ലാം ഉൾപ്പെടുന്ന ശൃംഖലയാണ്. വെനീസിലെ കനാലുകളോട് ഈ ജലാശയങ്ങളെ താരതമ്യപ്പെടുത്താനാകും. മിഷിഗൺ തടാകത്തിലെ ജലം കരയിലേക്ക് കയറിയാണ് ഷിക്കാഗോ നദിയുടെ രൂപീകരണം. നൂറ്റാണ്ടുകളായി നഗരത്തിലെ പ്രധാന ഗതാഗത മാർഗം നദിയുമായി ചേരുന്ന കനാലുകളാണ്. അതുകൊണ്ട് തന്നെ ഷിക്കാഗോ നദിയെ നഗരത്തിന്റെ ജീവനാഡി എന്ന് വിശേഷിപ്പിക്കാം. ഇന്ന് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിവിടം. ബോട്ട് ക്രൂസുകളാണ് നദിയിലെ പ്രധാന ആക്ടിവിറ്റി. വ്യത്യസ്ത തീമുകളിലും പാക്കേജുകളിലും ക്രൂസുകൾ ലഭ്യമാണ്. ആർക്കിടെക്ചർ തീമിലുള്ള പാക്കേജിൽ ഷിക്കാഗോയിലെ പ്രധാനപ്പെട്ട മന്ദിരങ്ങൾ കാണുകയും അവയുടെ വാസ്തുവിദ്യ, നിർമ്മാണ ചരിത്രം എന്നിവയെല്ലാം വിശദമായി അറിയുകയും ചെയ്യാം. ഷിക്കാഗോ നദിയിലൂടെ മാത്രമല്ല ബോട്ടുകൾ മിഷിഗൺ തടാകത്തിലേക്കും പോകുന്നുണ്ട്. നദിയുടെ നിരപ്പിൽ നിന്നും 4 അടിയോളം ഉയരത്തിലുള്ള തടാകത്തിലേക്ക് കടക്കാൻ പനാമ കനാലിലെ പോലെയുള്ള ലോക്ക് സമ്പ്രദായമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ലോക്ക് സിസ്റ്റത്തിന്റെ പ്രവർത്തനം സഞ്ചാരികൾക്ക് കൗതുകകരമായ കാഴ്ച തന്നെയാണ്. തടാകത്തിലേക്ക് കടന്നാൽ വമ്പൻ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്ന നഗരത്തിന്റെ ദൃശ്യങ്ങളും ലൈറ്റ് ഹൗസുമൊക്കെ കാണാനാകും. നദിയുടെ വശങ്ങളിൽ റിവർ സൈഡ് പ്ലാസ എന്ന നീണ്ട വോക്ക്വേ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഷിക്കാഗോ റിവറിന്റെയും ചുറ്റുമുള്ള മന്ദിരങ്ങളുടെയും കാഴ്ചകൾ കണ്ട് ഇതിലൂടെ നടക്കാം. കൂടാതെ തദ്ദേശീയ ഭക്ഷണം ലഭിക്കുന്ന ധാരാളം റെസ്റ്റോറന്റുകളും സുവനീർ ഷോപ്പുകളും വോക്ക്വേയുടെ വശങ്ങളിലുണ്ട്. ഇനി കാണേണ്ടത് മാഗ്നിഫിസന്റ് മൈൽ എന്ന സ്ട്രീറ്റ് ആണ്. ഡൗൺ ടൗണിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാനും ഷോപ്പിങ്ങിനും യോജിച്ച ഇടം. ഷിക്കാഗോ നദിക്ക് കുറുകെയുള്ള
ഡൂസാബിൾ പാലം മുതൽ ഓക്ക് സ്ട്രീറ്റ് വരെ ഈ പ്രദേശം നീണ്ടുകിടക്കുന്നു. നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധവും ചരിത്രപ്രധാനവുമായ ഭൂരിഭാഗം മന്ദിരങ്ങളും ഇവിടെയാണ് ഉള്ളത്. അവയോരോന്നും രൂപകൽപ്പന കൊണ്ടും വലിപ്പം കൊണ്ടും വേറിട്ട കാഴ്ചയായി മാറുന്നു. നഗരത്തിലെ തിരക്കേറിയ ലക്ഷറി ഷോപ്പിംഗ് കേന്ദ്രം കൂടിയാണ് ഇവിടം. ആഗോള ബ്രാൻഡുകളുടെയെല്ലാം ഔട്ട്ലെറ്റുകൾ പാതയോരങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളാണ് ഇതിൽ മിക്കതും. അതുപോലെ വൈവിധ്യം നിറഞ്ഞ വിഭവങ്ങൾ വിളമ്പുന്ന ധാരാളം റെസ്റ്റോറന്റുകളും സ്ട്രീറ്റിലുണ്ട്. ഇനി പോകുന്നത് ഷിക്കാഗോയിലെ ഒരു തിരക്കേറിയ വിനോദ കേന്ദ്രത്തിലേക്കാണ്. നേവി പിയർ. മിഷിഗൻ തടാക തീരത്തുള്ള അമ്യൂസ്മെന്റ് സെന്റർ. ബോട്ടുകൾ വന്ന് അടുത്തിരുന്ന ഒരു പഴയ ജെട്ടിയെ ഈ വിധം നവീകരിച്ച് എന്റർടൈൻമെന്റ് സെന്ററാക്കി മാറ്റുകയായിരുന്നു. ഇന്ന് പലതരം ആക്ടിവിറ്റികളുടെ കേന്ദ്രമാണിവിടം. ബോട്ടിംഗ് ആണ് അതിൽ പ്രധാനം. മിഷിഗൻ തടാകത്തിലൂടെയുള്ള യാത്രകളുടെ പ്രധാന സ്റ്റാർട്ടിംഗ് പോയിന്റുകളിൽ ഒന്നാണിത്. വലിയ ക്രൂസ് ബോട്ടുകൾ മുതൽ ചെറിയ സ്പീഡ് ബോട്ടുകൾ വരെ പലതരം ജലവാഹനങ്ങൾ ലഭ്യവുമാണ്. വലിയ പാർട്ടികൾ നടത്തുന്നതിന് പോലും ബോട്ടുകളിൽ സൗകര്യമുണ്ട്. നേവി പിയറിലെ മെയിൻ ബിൽഡിംഗിൽ നിറയെ റെസ്റ്റോറന്റുകളും പബ്ബുകളും സുവനീർ ഷോപ്പുകളുമാണ്. സുഹൃത്ത് സംഘങ്ങൾക്കും കുടുംബങ്ങൾക്കും കുശലം പറഞ്ഞും ഭക്ഷണം ആസ്വദിച്ചും ഇവിടെ സമയം ചിലവഴിക്കാം. അകത്തുള്ളതിനു പുറമെ പുറംഭാഗത്തും കസേരകൾ നിരത്തി ഭക്ഷണം കഴിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പഴമയുടെ സൗന്ദര്യം നഷ്ടമാവാതെ ഇവിടമെല്ലാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നുവെന്നത് നേവി പിയറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പിയറിന്റെ മുകൾ നില മുഴുവനും കുട്ടികൾക്കുള്ള അമ്യൂസ്മെന്റ് പാർക്കാണ്. ഒരു സ്കൈ വീലും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിന്റെയും തടാകത്തിന്റെയും വിശാലമായ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇതിൽ കയറിയാൽ മതി. ക്രിസ്റ്റൽ ഗാർഡൻ എന്ന ഗ്രീൻ ഹൗസ് ബൊട്ടാണിക്കൽ ഗാർഡനാണ് നേവി പിയറിലെ മറ്റൊരാകർഷണം. 1 ഏക്കറോളം വിസ്തൃതിയുള്ള ഉദ്യാനമാണ് ഇതിനുള്ളിലുള്ളത്. മിഷിഗൻ തടാകക്കരയിലെ കാഴ്ചകളാണ് അടുത്തത്. ഇവിടെ തദ്ദേശീയർക്ക് സമയം ചിലവഴിക്കാനും വ്യായാമമടക്കമുള്ള ആക്ടിവിറ്റികൾക്കായും ടൂറിസം ലക്ഷ്യമിട്ടും ഒരു പബ്ലിക് പാർക്ക് പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ലേക്ക് ഫ്രണ്ട് ട്രെയിൽ എന്ന നടപ്പാതയ്ക്ക് മാത്രം ഏതാണ്ട് 18 മൈൽ നീളമുണ്ട്. തടാകതീരത്തുകൂടി ട്രെയിൽ അങ്ങനെ നീണ്ടുപോകുന്നു. ട്രെയിലിനപ്പുറം പുൽത്തകിടി നിർമ്മിച്ചും മരങ്ങൾ വെച്ചുപിടിപ്പിച്ചും മനോഹരമാക്കിയിട്ടുണ്ട്. തടാകത്തിന്റെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ നടപ്പാതയിലൂടെ നടക്കുകയെന്നതാണ് പ്രധാന വിനോദം. വിശ്രമിക്കാനായി ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് കളിക്കാനായി പാർക്കുകളും ഇടയ്ക്കിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ലേക്ക് ഫ്രണ്ട് ട്രെയിലിൽ സൈക്കിളിൽ സഞ്ചരിക്കുന്നതിനും സാധിക്കും. നടക്കുന്നവർക്കും സൈക്കിൾ സവാരിക്കാർക്കുമായി പ്രത്യേകം ട്രാക്കുകൾ നൽകിയിട്ടുണ്ട്. തടാകത്തിൽ പലയിടങ്ങളിലും നീന്താനുള്ള സൗകര്യങ്ങൾ സജ്ജമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം നീന്തലിൽ ഏർപ്പെടുകയും ചെയ്യാം. മറീനയാണ് തടാകത്തിലെ മറ്റൊരു കാഴ്ച. നിർത്തിയിട്ടിരിക്കുന്ന പലതരം യോട്ടുകളും ബോട്ടുകളും ടൂറിസ്റ്റുകൾക്ക് പുതുമയുള്ള കാഴ്ചകളായിരിക്കും.
ഈ ബോട്ടുകളിൽ ചിലത് വാടകയ്ക്കെടുത്ത് തടാകത്തിലൂടെ സഞ്ചരിക്കാനുമാകും. പാർക്കുകൾ, മ്യൂസിയങ്ങൾ, ആർട്ട് ഗ്യാലറികൾ എന്നു തുടങ്ങി നിരവധി സാംസ്കാരിക കേന്ദ്രങ്ങളും തടാക തീരത്തുണ്ട്. ഷിക്കാഗോയിലെ പ്രധാനപ്പെട്ട പ്രദർശന കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന കോംപ്ലക്സ് ആണ് മ്യൂസിയം ക്യാമ്പസ്. ഒരു ഗാർഡൻ പോലെ ഒരുക്കിയിട്ടുള്ള പ്രദേശത്ത് ഷെഡ് അക്വേറിയം, ഫീൽഡ് മ്യൂസിയം, ആഡ്ലർ പ്ലാനറ്റേറിയം എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഇതിൽ ഷെഡ് അക്വേറിയമാണ് നാം ആദ്യം കാണുന്നത്. 1500-ലധികം സ്പീഷീസുകളിൽ ഉൾപ്പെടുന്ന 30,000-ഓളം ജലജീവികളെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഇടം. അപൂർവയിനം ജീവികളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ഈ പ്രദർശന കേന്ദ്രത്തിന്റെ പ്രത്യേകത. കാഴ്ചയിലും സ്വഭാവത്തിലുമെല്ലാം കൗതുകം പകരുന്ന ജീവികൾ. ലോകത്തിലെ മറ്റു പ്രസിദ്ധ അക്വേറിയങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും ഷെഡ് അക്വേറിയത്തെ സവിശേഷമാക്കുന്നത് ഈ ജീവി വൈവിധ്യമാണ്. വ്യത്യസ്ത ആവാസ മേഖലകൾക്കനുസരിച്ച് വിവിധ വിഭാഗങ്ങളായി പ്രദർശനം ക്രമീകരിച്ചിട്ടുണ്ട്. ഓരോ ആവാസ മേഖലയും സ്വാഭാവികതയോടെ പുനഃസൃഷ്ടിക്കാനും ശ്രമിച്ചിരിക്കുന്നു. ആകർഷകമാണ് പ്രദർശനം നടക്കുന്ന ഹാളുകളുടെയും ടാങ്കുകളുടെയും രൂപം. ചെറുതും വലുതുമായ നിരവധി ടാങ്കുകൾ ഇതിൽ ഉൾപ്പെടും. ഇതിൽ വലിയ ടാങ്കുകളിൽ 100 കണക്കിന് ജീവികളെ ഒരുമിച്ച് പാർപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവിക പ്രകൃതിയിൽ എന്ന പോലെ നീന്തി നടക്കുന്ന മത്സ്യങ്ങൾ വളരെ രസകരമായ കാഴ്ചയാണ്. ചില ഉരകവർഗങ്ങളെയും അക്വേറിയത്തിൽ കാണാം. ഫിഷ് ഫീഡിംഗ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഷോയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയങ്ങളിൽ ഒന്നിലേക്കാണ് ഇനി നാം പോകുന്നത്. ഫീൽഡ് മ്യൂസിയം. ഏതാണ്ട് 100 കോടി വർഷത്തെ ഭൂമിയുടെ ചരിത്രം ഇവിടെ അനാവരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശാസ്ത്രം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ മ്യൂസിയം കണ്ടു തീർക്കാൻ ആഴ്ചകൾ വേണ്ടിവരും. പ്രപഞ്ചവും ഭൂമിയുമെല്ലാം എങ്ങനെ വികസിച്ചുവെന്ന് വളരെ വിശദമായി മ്യൂസിയത്തിൽ വിവരിക്കുന്നുണ്ട്. ജീവിവർഗത്തിനു വേണ്ടി പ്രത്യേകം വിഭാഗം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ഡൈനസോറിന്റെ ഫോസിലും ടീറെക്സ് പോലെയുള്ള ഭീമാകാര ഡൈനസോറുകളുടെ ഫോസിലുകളുമൊക്കെ മ്യൂസിയത്തിൽ കാണാം. മനുഷ്യന്റെ സാംസ്കാരിക വളർച്ചയാണ് ഇവിടെ മറ്റൊരു പ്രധാന വിഷയം. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല കാലങ്ങളിൽ വികസിച്ചു വന്ന നാഗരികതകൾ, അവരുടെ സംഭാവനകൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ വിവരിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടിയും പ്രത്യേകം വിഭാഗങ്ങൾ മ്യൂസിയത്തിൽ സജ്ജമാണ്. മ്യൂസിയം ക്യാമ്പസിൽ അവസാനമായി നാം പോകുന്നത് ബഹിരാകാശം വിഷയമാക്കിയ ശാസ്ത്ര പ്രദർശന കേന്ദ്രത്തിലേക്കാണ്. ആഡ്ലർ പ്ലാനറ്റേറിയം. മുകളിൽ വലിയ കുംഭഗോപുരത്തോടുകൂടിയ മന്ദിരം തന്നെ ഒരു രസകരമായ കാഴ്ചയാണ്. അമേരിക്കയിലെ ആദ്യത്തെ പ്ലാനറ്റേറിയം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 1 നൂറ്റാണ്ട് പഴക്കമുണ്ടെങ്കിലും ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് പ്രദർശനം. ബഹിരാകാശത്തെ അതിന്റെ സ്വാഭാവികതയിൽ അനുഭവവേദ്യമാക്കാനുള്ള പരിശ്രമം പ്രദർശനത്തിൽ എങ്ങും കാണാം. ഏത് പ്രായക്കാർക്കും ആസ്വദിക്കാൻ കഴിയും വിധമാണ് പ്രദർശനം ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം വിദ്യാഭ്യാസ പരിപാടികളും ഇവിടെ പതിവായി നടത്താറുണ്ട്. 3 തിയേറ്ററുകളാണ് ഈ കോംപ്ലക്സിൽ ഉൾപ്പെടുന്നത്.
ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കി പലവിധ ഷോകൾ ഇവിടെ പ്രദർശിപ്പിച്ചു വരുന്നു. അമേരിക്കൻ സാംസ്കാരിക നഗരമായ ഷിക്കാഗോയുടെ കാഴ്ചകളിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു വന്നത്. മിഷിഗൺ തടാകവും ഷിക്കാഗോ നദിയും ആവോളം പ്രകൃതി സൗന്ദര്യം സൃഷ്ടിക്കുമ്പോഴും മനുഷ്യന്റെ ഇച്ഛാശക്തിയും സർഗശേഷിയും തന്നെയാണ് ഈ നഗരത്തെ ടൂറിസം രംഗത്ത് അടയാളപ്പെടുത്തുന്ന ഘടകങ്ങൾ.